السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أيها الناس، أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സ്റ്റേജിലിരിക്കുന്ന സൗത്ത് കർണാടക സലഫി മൂവ്മെന്റിന്റെ നേതാക്കന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, വീടുകളിൽ നിന്നും അടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ദീന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സമുദായങ്ങളെ, അതല്ലാത്ത മുസ്ലിം സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം ഈ ലോകത്തേക്ക് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും അവരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചതും ഏറ്റവും കൂടുതൽ ആളുകളോട് സംവദിച്ചതും ഏറ്റവും കൂടുതൽ ആളുകളോട് പ്രബോധനം ചെയ്തതുമായ വിഷയത്തെക്കുറിച്ചാണ്
ഈ ഉള്ളവന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അള്ളാഹുവിനെ ഏകനാക്കുന്ന തൗഹീദ്, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് പരമായ വിശ്വാസം. ഒരു വിശ്വാസി എവിടെ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിന്ന് നമ്മുടെ കിടപ്പറയിലേക്ക് പോകുവാൻ. കാരണം വളരെ പ്രബലമായ ഒരു മനുഷ്യനും, മുസ്ലിം എന്നല്ല, ഒരു മനുഷ്യനും ഇതിനെക്കുറിച്ച് മനസ്സിലാകാതെ പോകരുത് എന്നുള്ള കണിശക്കാരനായിരിക്കണം വിശ്വാസി. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന വേളയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലൂടെ അതാ യഹൂദിയായ ഒരു മനുഷ്യന്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ് ഖബറടക്കാൻ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറയുകയാണ്. അദ്ദേഹം ഇങ്ങനെ കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറയുന്നത് കണ്ടാൽ കൂടെയുള്ള സ്വഹാബത്തിന്റെയും കണ്ണുകൾ നിറയും. സ്വഹാബത്തും കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലേ, പ്രവാചകരെ, എന്തിനാണ് താങ്കൾ കരയുന്നത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അതാ ഒരു മയ്യത്തല്ലേ കൊണ്ടുപോകുന്നത്, ആ മയ്യത്തിനെ കണ്ടത് കൊണ്ടാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞത്. സ്വഹാബാക്കൾ മറുപടി പറഞ്ഞു, പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കൊണ്ടുപോകുന്നത് ഒരു മുസ്ലിമിന്റെ മയ്യത്തല്ല, ഒരു വിശ്വാസിയുടെ മയ്യത്തല്ല, മറിച്ച് അതൊരു ജൂതന്റെ മയ്യത്താണ്. നമ്മളും ഇതുപോലെ ഒരുപാട് മയ്യത്തുകൾ നമ്മുടെ മുമ്പിലൂടെ കൊണ്ടുപോകുന്നത് കണ്ടവരാണ്. എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, അല്ലയോ സ്വഹാബത്തെ, അത് യഹൂദിയുടേതാകട്ടെ ആരുടെ മയ്യത്താകട്ടെ, ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാതെ ഈ ലോകത്ത് നിന്നും മടങ്ങിപ്പോയ ആളാണ്. അല്ലാഹുവിന്റെ തൗഹീദ് തിരിച്ചറിയാതെ പോയ ആളാണ്. വഹദാനിയത്ത് മനസ്സിലാക്കാത്ത ആളാണ്. ആ ആള് പോയാൽ അവന്റെ ഖബർ ശിക്ഷ ഉറപ്പാണ്, നരക ശിക്ഷ ഉറപ്പാണ്, സ്വർഗം നിഷിദ്ധമാണ്. അവന്റെ പരലോകത്തിന്റെ സാഹചര്യം ആലോചിച്ചുകൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയതാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ തൊട്ടിപ്പുറത്തും അപ്പുറത്തുമായി ജീവിക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾ, ആ അമുസ്ലിം സഹോദരങ്ങളുടെ ചേതനയറ്റ ശരീരം അവരുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറക്കുമ്പോൾ എത്ര ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടായ ഈ വികാരമുണ്ടായിട്ടുണ്ട്. അമുസ്ലിമീങ്ങളായ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ, അവിശ്വാസികളായ ആളുകൾ മരണപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വഹദാനിയത്ത് തിരിച്ചറിയാതെയാണ് എന്റെ അയൽപക്കത്ത് കിടക്കുന്ന രാജേട്ടനും ജോസഫേട്ടനും മരിച്ചു പോകുന്നത് എന്ന ചിന്ത നമുക്ക് എത്ര ആളുകൾക്ക് വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ആ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ മനസ്സിലാക്കലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കലും. ഇന്ന് എന്റെ മുമ്പിലിരിക്കുന്നവരുടെ കൂട്ടത്തിൽ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരുണ്ടാകും, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലും പുതുപുത്തൻ കോളേജുകളിലും നമ്മുടെ വിദ്യാർത്ഥികളെ ചേർക്കുമ്പോൾ ആ വിദ്യാലയങ്ങൾ ഇന്ന് ലിബറലിസത്തിന്റെ ചർച്ചകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തൗഹീദിനെ കുറിച്ച്, ശിർക്കിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന ഇത്തരം ചിന്താഗതികളെ കുറിച്ച് പറയാതെ വയ്യ പ്രിയമുള്ളവരെ. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായ നമ്മളുടെ കൂടെ ഉണ്ടാകുമ്പോ സുബ്ഹ് നമസ്കരിച്ചിരുന്ന, അതിന്റെ മുമ്പ് തഹജ്ജുദ് നമസ്കരിച്ചിരുന്ന, നോമ്പ് കൃത്യമായി നോക്കിയിരുന്ന, വളരെ കൃത്യമായ ഇസ്ലാമികമായ വസ്ത്രധാരണങ്ങളിലൂടെ ജീവിച്ചു പോയിരുന്ന മക്കളിൽ പലരും
ഈ പറയപ്പെട്ട ലിബറലിസമായ നിരീശ്വരവാദപരമായ ചിന്താഗതിയിലേക്ക് ആഴ്ന്നു പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. ആ ആളുകൾ പറയുന്നത് ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല, ഇതൊരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട ഒരു സാധനമാണ്. ഒരു ബിഗ് ബാങ് തിയറിയിലൂടെ ഈ ലോകം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുണ്ടായി. കുറച്ചു കാലമായപ്പോൾ അതിന്റെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായി. കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ അതിന്റെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായതിന്റെ കാരണത്താൽ തന്നെ പല രൂപത്തിലുള്ള മാറ്റങ്ങളും കടന്നു വന്നു. അവിടെ മരങ്ങളുണ്ടായി, പുഴകൾ ഒഴുകാൻ തുടങ്ങി. അവിടെ ഓരോ ജീവജാലങ്ങളായി ഇങ്ങനെ ജീവിതം ഇങ്ങനെ കണ്ടുവന്ന് തുടങ്ങി. അവസാനം ഒരു കൊരങ്ങനിൽ നിന്നും മനുഷ്യനുണ്ടായി. ആ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോകുന്നു എന്നുള്ള നിലക്കുള്ള വിശദീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്മാർട്ട് ഫോണാണ്. നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മുടെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാധനം അല്ലെ. അവസാനം നമ്മൾ നോക്കുന്നതും ആദ്യമായി നമ്മൾ നോക്കുന്നതും ഇതിലേക്കാണ്. ഒരു വിശ്വാസിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. എങ്ങനെ? സുബഹിക്ക് വേണ്ടി നമ്മൾ അലാറം വെക്കും. അവസാനത്തെ നോട്ടം അലാറം വെച്ചിട്ടുണ്ടോ നോക്കിയിട്ട്. രാവിലെ എണീക്കുമ്പോഴോ അലാറം ഓഫാക്കാൻ പറ്റും, ഇയാളെ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഈ മൊബൈൽ ഫോണാണ്. ഒരു ദിവസം ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു, ഇതെന്റെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, ഇതാദ്യം ഒരു പലകയായിരുന്നു. ഇതൊരു പലകയായിരുന്നു. ഈ പലകയിൽ കാലക്രമേണ കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഇതിലേക്ക് വെളിച്ചം വന്നു. കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ ഇതിൽ വ്യത്യസ്തങ്ങളായ ഫീച്ചേഴ്സ് വന്നു. എനിക്കിതില് വേറൊരാളെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ ഇതില് എനിക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റി, യൂട്യൂബ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റി, മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റി, ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റി. ഇതൊക്കെ കാലക്രമേണ ഇങ്ങനെ സ്വയം ഈ പലകയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഒരാൾ പറഞ്ഞാൽ അയാളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? വിശ്വസിക്കുക നമ്മള്? എന്താ മോനെ എനിക്ക് ബുദ്ധിയില്ല എന്ന് ചോദിക്കും. എന്താ മോനെ നിനക്ക് ബുദ്ധിയില്ലേ എന്ന് നമ്മൾ ചോദിക്കും. പ്രിയമുള്ളവരെ, ഈ കയ്യിൽ ഒതുങ്ങുന്ന ഈ 5 ഇഞ്ച് സാധനം, അതിന്റെ പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ട് എങ്കിൽ, ഇതിനൊരു നിർമ്മാതാവുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളൊന്ന് നോക്കുക. നമ്മുടെ ശരീരത്തെ കുറിച്ച് ശാസ്ത്രം പറയുന്നത്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഒരു ശാസ്ത്രജ്ഞൻ സ്വരൂപിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ശാസ്ത്രജ്ഞന് കിലോമീറ്ററുകൾ നീളമുള്ള ഫാക്ടറികൾ നിർമ്മിക്കേണ്ടി വരുമെന്നാണ്. അതാണ് ഒരു മനുഷ്യന്റെ ശരീരം. ഇത്രയും വലിയ സംവിധാനങ്ങൾ ഈ പറയപ്പെടുന്ന ചുരുങ്ങിയ ശരീരത്തിന്റെ ഉള്ളിൽ സംവിധാനിച്ച ഒരു നാഥനില്ല എന്ന് ഏതെങ്കിലും ഒരുത്തൻ പുലമ്പുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്കത് സമ്മതിക്കാൻ വേണ്ടി സാധിക്കുക എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നില്ലേ? പ്രിയമുള്ളവരെ, അല്ലാഹു അവനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ക്വാളിറ്റിയായി എന്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അല്ലാഹുവാണ് സൃഷ്ടാവ് എന്നുള്ളതാണ്. അല്ലാഹുവാണ് ഖാലിഖ് എന്നുള്ളതാണ്. ആ ഖാലിഖിന് മാത്രമേ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ ആളുകൾ, ലിബറലിസത്തിനോട് എതിരിടേണ്ടി വരുന്ന ആളുകൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് every creature denotes a creator. അഥവാ ഏതൊരു സൃഷ്ടിയാണോ ആ സൃഷ്ടിക്കൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടിക്കൊരു സൃഷ്ടാവുണ്ട്. സൃഷ്ടാവില്ലാത്ത ഒരു സൃഷ്ടിയും തന്നെ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് അല്ലാഹു സൂചിപ്പിക്കുന്ന ഒരു വചനം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ
والفلك التي تجري في البحر بما ينفع الناس وما أنزل من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. അല്ലാഹു നമ്മളോട് പറയാണ്, എന്താ പറയണത്? നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കാൻ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, സൂര്യന്റെ ചലനങ്ങൾക്കനുസരിച്ച് രാവും പകലും നിങ്ങൾക്ക് മാറി മാറി വരുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള വ്യത്യസ്ത വസ്തുക്കളും കൊണ്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കണേ. വമാ അൻസല മിനസ് സമാഇ മിൻ മാ, അല്ലാഹു ആകാശ ലോകത്ത് നിന്നും നിങ്ങൾക്ക് ഇറക്കി തരുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, അത് വരണ്ടതിന് ശേഷം, ഭൂമി വരണ്ടതിന് ശേഷം ആ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ രുചികരമായ ഫലങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും ധാന്യമണികളും ഉണ്ടാക്കിയവൻ ആരോ അവനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണേ. വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ, എല്ലാത്തരം ഭക്ഷണങ്ങളും അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നില്ലേ. വതസ്രീഫിർ റിയാഹ്, നല്ല ശക്തമായ കാറ്റുകൾ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി വീശി തരുന്നില്ലേ. വസ്സഹാബിൽ മുസഖർ, നീങ്ങിക്കൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മേഘപ്പാളികളെ നിങ്ങൾ കാണുന്നില്ലേ. ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് സൂചിപ്പിച്ചു തരുന്നത്? ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് മംഗലാപുരത്താണ്, അല്ലെ? മംഗലാപുരം സൗത്ത് കർണാടകയിലാണ്. ഈ മംഗലാപുരം പ്രദേശത്തുള്ള മുഴുവൻ സ്ഥലവും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റോ? ഇല്ല. എത്ര വലിയ സഞ്ചാരിയായാലും അയാൾക്ക് ഒരു സ്ഥലം മുഴുവനും കണ്ടു തീർക്കാൻ പോലും സാധിക്കാത്ത അത്രയും വിശാലമാണ് ഒരു പ്രദേശം. ഇതുപോലെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കർണാടക മുഴുവനും കണ്ടു തീർക്കാൻ നമുക്ക് സാധിക്കില്ല. എത്ര വലുതാണ്. ഇന്ത്യ മുഴുവനും കണ്ടു തീർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ല. ഇന്ത്യയെക്കാളും വലിയ വലിയ രാജ്യങ്ങൾ, അതുപോലെ തന്നെ പുറത്ത് ഒരുപാട് രാജ്യങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഭൂമി എന്ന് പറയുന്നത്, അല്ലേ? ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും അതിന്റെ കരഭാഗത്ത് മാത്രം. കടൽ ഭാഗം, വെള്ളം വരുന്ന ഭാഗം വേറെ, ഇതിനേക്കാളും വലുത്. ഇതൊരു ഭൂമിയുടെ വിഷയമാണ് എങ്കിൽ സൂര്യൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയുണ്ടല്ലോ, ആകാശത്ത് കിടക്കുന്ന ആ നക്ഷത്രം, ആ നക്ഷത്രത്തിൽ ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് ഭൂമി കൊള്ളുമെന്നാണ്. ആലോചിച്ച് നോക്കണേ. ഈ നക്ഷത്രമാകുന്ന സൂര്യനിൽ ലക്ഷക്കണക്കിന് ഭൂമി കൊള്ളുമെന്നാണ്. ഈ സൂര്യനോ, ഈ സൂര്യൻ കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം മാത്രം. ഇത്രയും കോടാനുകോടി നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ആകാശം കാണാതായിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ആ ആകാശം ഒന്നാനാകാശാണ്. ഒന്നിന്റെ മുകളിൽ 2, 3, 4, 7 വരെ ഉണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 7 ആകാശങ്ങളെയും കുറിച്ച് അല്ലാഹു പറയുന്നത്, വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്, 7 ആകാശങ്ങളും ഭൂമിയും ഉൾക്കൊള്ളുന്നതാണ് അല്ലാഹുവിന്റെ കുർസിയെ, അർശ്. നമ്മളെല്ലാവരും നമസ്കരിക്കുന്ന വേളയിൽ പ്രിയമുള്ളവരെ,
അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ പ്രിയമുള്ളവരെ? അല്ലാഹു അക്ബർ അല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ ഏറ്റവും വലിയവനാണ് എന്ന് നമ്മൾ ഉരുവിട്ടുകൊണ്ടാണ് നമ്മുടെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ധ്വനിയുടെ ആഴം എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പദത്തിന് എത്ര വലിയ വിശാലമായ അർത്ഥമാണ് പ്രിയമുള്ളവരെ ഉള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് പഠിപ്പിച്ചത് ആ നാഥനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ്. ആ ഏകനായ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. അതെ, ഈ പറയപ്പെട്ട വസ്തുക്കൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ സംഗതികളുണ്ടല്ലോ, ആ സംഗതികളൊക്കെ നിർമ്മിച്ച ഒരു കമ്പനിയുണ്ട് എങ്കിൽ, ആ നിസ്സാരമായ സാധനങ്ങൾക്ക് പിന്നിൽ പോലും ഒരു ഡിസൈനർ ഉണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ കോംപ്ലിക്കേഷനായ നമ്മുടെ ശരീരം, അതിനേക്കാളും വലിയ കോംപ്ലിക്കേഷനായ ആകാശങ്ങളും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചവനായ ഒരു നാഥനുണ്ട്. ആ നാഥന് വേണ്ടി മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനാകർമ്മങ്ങൾ അർപ്പിക്കാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ മാത്രമല്ല, ആ ആരാധന്റെ മേൽ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കൽ നിർബന്ധമാണ്. ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റൂല. നമ്മൾ ഓരോരുത്തരും എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നവരാണ് നമ്മൾ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്റെ രോഗം മാറാൻ, എന്റെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാകാൻ, അതുപോലെ തന്നെ മരണം വളരെ നല്ല രൂപത്തിലാകാൻ, ബർസഖിയായ ജീവിതം നല്ലതാകാൻ, മഹ്ശറ സഭയിൽ എളുപ്പത്തിൽ വിചാരണ നടക്കാൻ, നരകമോചനവും സ്വർഗലബ്ധിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതാണോ പ്രാർത്ഥനയുടെ ലക്ഷ്യം? നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക, ശരി. അതാണോ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഇതാ രാത്രി നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിൽ നീര് കെട്ടിയിട്ടുണ്ട്. നമ്മൾ എത്ര വട്ടം രാത്രി നിസ്കരിച്ചിട്ടുണ്ട്? എപ്പോഴെങ്കിലും നീര് കെട്ടിയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീര് കെട്ടുമാറ് നമസ്കരിക്കുന്നു. അതിനുശേഷം അല്ലാഹുവിനോട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, കഫിയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ മതിയാക്കണം പ്രവാചകരെ. എന്തിനാണ് പ്രവാചകരെ താങ്കൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അഅന്ത മഅസൂമി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ മഅസൂമായ പ്രവാചകനല്ലേ? മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകനല്ലേ? വരാൻ പോകുന്ന കാലഘട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു പിഴവ് സംഭവിക്കുമെങ്കിൽ അതും പൊറുക്കപ്പെട്ടവരല്ലേ? എന്തിനാണ് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കിടന്ന് പ്രയാസപ്പെടുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമുണ്ട് പ്രിയമുള്ളവരെ. ആ പ്രഖ്യാപനം നമ്മുടെ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ, ആയിഷ, എനിക്ക് നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലേ എന്നാണ്. നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലേ എന്നാണ്.
അതിന്റെ അർത്ഥം നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്ന ആ രക്ഷിതാവിന്റെ മുമ്പിൽ കുമ്പിടുക എന്നുള്ളത്, സുജൂദ് ചെയ്യുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളത്, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അത് അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് അടുത്ത ഒരു ചോദ്യം. എന്താണ് അടുത്ത ചോദ്യം? ഇത് ക്യാമ്പസുകളിൽ ഉയരുന്ന ചോദ്യമല്ല, മറിച്ച് ഇതുപോലെയുള്ള സ്റ്റേജുകളിൽ കിടന്നുള്ള സംസാരങ്ങളിൽ വരുന്ന ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ വല്ല സൃഷ്ടാവുമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ വല്ല റബ്ബുമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സംഗതിയോ ആകട്ടെ, ഒരു വസ്തുവോ വ്യക്തിയോ എന്തുമാകട്ടെ, അതിന് ഇദ്ബാറുണ്ടോ, മുദബ്ബിറായ കഴിവുണ്ടോ എന്നുള്ളതാണ്. ഖേദകരമെന്ന് പറയട്ടെ, വിശ്വാസികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അതിന് ഉണ്ട് എന്ന് മറുപടി പറയുന്നു. ഉണ്ട് എന്ന് പറയുന്നു. മുദബ്ബിറുൽ ആലം ആരാണ് എന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകളോട് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ ആ ആളുകളുടെ നാവുകളിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന വാക്യമെന്ന് പറയുന്നത് CM മടവൂരി എന്നാണ്. അത് കുറച്ച് കാലമായിട്ടാണ്. കുറച്ചും കൂടി മുമ്പത്തെ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബഹുമാന്യനായ മുഹയ്യിദ്ദീൻ ശൈഖിനെ പോലെയുള്ള ആളുകളാണ്. ഉണ്ടോ പ്രിയമുള്ളവരെ അങ്ങനെ ഒരു സംഭവം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ ശരിയായ ദിശ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹു നൽകിയിട്ടുള്ള ആ സന്ദേശത്തെ മുറുകെ പിടിച്ചോളൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തുർ റസൂൽ. രണ്ട് കാര്യങ്ങൾ വിശ്വാസികളെ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ്. ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്ന പക്ഷം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. ഗ്യാരണ്ടിയാണ്. ആര് തരുന്ന ഗ്യാരണ്ടി? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഗ്യാരണ്ടിയാണ്. ഒരു കാരണവശാലും ആ ഗ്യാരണ്ടിയിൽ പിഴവ് സംഭവിക്കുകയില്ല. ആ പ്രവാചകൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഏതാണെന്നറിയോ? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനാണ്. വസുന്നത്തുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, മക്കയിലെ മുശ്രിക്കീങ്ങളോട് താങ്കൾ ചെന്ന് ചോദിച്ചു നോക്ക്, വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാര്, ലോകത്തെ നിയന്ത്രിക്കുന്നവനാര് എന്ന് മക്കയിലെ മുശ്രിക്കിനോട് ചോദിക്ക്. ആ മുശ്രിക്കീങ്ങൾ പോലും അത് അല്ലാഹുവാണ്, അല്ലാഹുവാണ് എന്ന് സമ്മതിക്കും. ഇതെന്റെ തൊള്ളവടായല്ല, ഇതേതെങ്കിലും ഒരു സലഫി പ്രസ്ഥാനക്കാരന്റെ തൊള്ളവടായല്ല, മറിച്ച് ഇത് പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. പ്രിയമുള്ളവരെ, വമൻ യുദബ്ബിറുൽ അംറ സയഖൂലൂനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഇദ്ബാറുള്ളത്. ഈ ലോകം നിയന്ത്രിക്കാനുള്ള തദ്ബീറായിട്ടുള്ളവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ സിഫത്തായി നൽകിയ വിഷയമാണ്. ആ സിഫത്ത് അല്ലാഹുവല്ലാത്ത ഏത് പടപ്പിന് വെച്ച് കഴിഞ്ഞാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ചെയ്യുന്ന ശിർക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയണേ പ്രിയമുള്ളവരെ. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഒരു ആരാധ്യനുണ്ടോ?
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഒരാരാധ്യനുണ്ടോ? നമ്മൾ തുടക്കത്തിൽ കേട്ടുവച്ച ഒരു സൂറത്തുണ്ട്, വളരെ ചെറിയ സൂറത്താണ്. ആ സൂറത്തിനെ കുറിച്ച് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് അതിലുള്ള ആശയം സുലുസുൽ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിന്റെ 1/3 ആശയം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിന്റെ ആദർശത്തെ വഹിക്കുന്ന ഒരു മുഴുനീളൻ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറയുന്നു. ഖുൽ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവല്ലാഹു അഹദ്, ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദാണ്. നമ്മൾ മദ്രസയിൽ എണ്ണം പഠിച്ചവരാണ് അല്ലേ? ഒന്നിനെന്താ അറബി പറയാ? എന്താ പറയാ? വാഹിദ് എന്നാണ് പറയാ. അഹദ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അള്ളാഹു അവിടെ ഉപയോഗിച്ച പദം ഏതാണ്? വാഹിദല്ല. അള്ളാഹു ഒന്നാണ് എന്നല്ല, അള്ളാഹു ഏകനാണ്, അഹദാണ്. അള്ളാഹുവിന് പങ്കാളികളില്ല, അള്ളാഹുവിന് സമന്മാരില്ല, അള്ളാഹുവിനോടൊത്ത് ഒരുത്തനും ഇല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്കിന്റെ ഘടനകൾ കൊണ്ട് തൗഹീദ് സ്ഥാപിക്കാൻ. ഹുവല്ലാഹു അഹദ്, അവനാകുന്ന അല്ലാഹു ഉണ്ടല്ലോ, അവൻ ഏകനാണ്, അവൻ ഒറ്റയാണ്. അല്ലാഹു ഏകനാണ്, അല്ലാഹു വഹദാണ്, വാഹിദാണ്, അഹദാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
തആല പറയുകയാണ്. അപ്പൊ അല്ലാഹുവിനെ ആരാധിക്കുന്ന വേളയിൽ അവനെ ഏകനാക്കി ആരാധിക്കണം. അല്ലാഹുവിനെ ഏകനാക്കി ആരാധിക്കണം. അതിൽ ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല എന്ന് പറയുന്നത് റുബൂബിയ്യത്താണ്. എന്താണ് റുബൂബിയ്യത്ത്? അത് നമുക്ക് ചിലപ്പോൾ പരിചയമില്ലാത്ത പദമായിരിക്കും, പക്ഷെ റബ്ബ് നമുക്ക് പരിചയമുണ്ട്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. എവിടെ വെച്ച്? നമ്മൾ ഖബറിൽ കിടക്കുമ്പോ. ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയുണ്ടായി. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് എന്ന് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഫിർഔന് ചോദിക്കുന്നുണ്ട്. മൻ റബ്ബുകുമാ യാ മൂസ, കുറെ നേരമല്ലോ മൂസ
ആ എൻജിൻ ശരിയാക്കാൻ വന്നത് ഏതോ ശൈഖാണ് അത്ര. നഊദു ബില്ലാഹ്. അത് ഏതെങ്കിലും ഒരു അവിശ്വാസിയായ ആള് പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ ഒരുക്കപ്പെട്ട ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ്, ഏതോ ഒരു ശൈഖ്, മരിച്ചുപോയ മണ്ണായി തീർന്ന ഏതോ ഒരു ശൈഖ് വന്നിട്ട് അത് നന്നാക്കി കൊടുത്തു എന്നാണ്. എന്തൊരു വിരോധാഭാസമാണ് പ്രിയമുള്ളവരെ. മക്ക മുശ്രിക്കിനേക്കാളും അധപതിച്ചു പോയോ നമ്മളെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആനിൽ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ കപ്പലിൽ കയറിയാൽ അള്ളാഹിനോട് തേടിയെന്ന് ഖുർആൻ പറയുമ്പോൾ അതിനേക്കാളും അധപതിച്ച വിഭാഗമായി ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ചില ആളുകൾ പോകുന്നുണ്ട് എങ്കിൽ വളരെ ഗൗരവത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇതിനെ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പ്രവാചകന്മാരുടെ വരവ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അനാ ഫഅ്ബുദൂൻ. പ്രവാചകരെ, താങ്കളോ താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരെയോ ഒരാളെ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇബാദത്ത് അല്ലാഹുവിലേക്ക് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയാത്ത ഒരു പ്രവാചകനും വന്നിട്ടില്ല എന്നാണ്. ഏതൊരു പ്രവാചകനും. നമ്മള് സലഫികളെ കുറിച്ച് സാധാരണയായ ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്നും ഇതന്നെ പറയാനുള്ളൂ, എന്നൊരു തൗഹീദ്, എന്നൊരു സുന്നത്ത്. അതേ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഇതന്നെയാണ് പറയാനുള്ളത്, ഇത് തന്നെയാണ് പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു രംഗമുണ്ട്. എപ്പോഴാണത് പറഞ്ഞേക്കുന്നത്? മദീനയുടെ അവസാന കാലഘട്ടത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം നൽകപ്പെട്ടിട്ടുണ്ട്, നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബലിനോട് നൽകുന്ന ഉപദേശം പ്രസക്തമാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ചില ആളുകൾ പറയുന്നു, നമുക്ക് ആദ്യം പള്ളിയിലേക്ക് ക്ഷണിക്കാം, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാം, നോമ്പിലേക്ക് ക്ഷണിക്കാം, സക്കാത്തിലേക്കും ഹജ്ജിലേക്കും ക്ഷണിക്കാം, തൗഹീദ് പിന്നെ പറയാം. നോ, അങ്ങനെ ഒരു പരിപാടി ദീനുൽ ഇസ്ലാമിലില്ല. അല്ലാഹുവിന്റെ റസൂൽ മുആദിനോട് പറഞ്ഞത്, മുആദ് റളിയല്ലാഹു അൻഹു, മുആദേ, യമനിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ അംഗീകരിച്ച ഒരു സമൂഹം ഉണ്ടായാൽ അവർക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാം. ഇതാണ് ദീനുൽ ഇസ്ലാം. അള്ളാന്റെ റസൂൽ ഒരു വഴിവെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് കട്ട് കൂടി പോകേണ്ടവരല്ല നമ്മൾ. പിന്നെയോ, അള്ളാന്റെ റസൂൽ ഒരു വഴിവെട്ടി കഴിഞ്ഞാൽ ആ വഴിയെ സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ. അതാണ് ഒരു വിശ്വാസി. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. അള്ളാന്റെ റസൂലിനോട് സ്നേഹമില്ലാത്ത ഏതെങ്കിലും ഒരു വിശ്വാസിയുണ്ടോ പ്രിയമുള്ളവരെ? അള്ളാന്റെ റസൂൽ നമ്മുടെ മുത്തല്ലേ? അള്ളാന്റെ റസൂൽ നമ്മുടെ പവിഴമല്ലേ? അള്ളാന്റെ റസൂൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ റസൂലല്ലേ? അള്ളാന്റെ റസൂലിനെതിരെ ഒരു വാക്ക് പറയുന്നത് കേട്ടാൽ നെഞ്ച് നോവുന്നവരല്ലേ നമ്മള്? ആ പ്രവാചകന്റെ അനുചരന്മാരല്ലേ നമ്മള്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടരേണ്ടവരല്ലേ നമ്മൾ? പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ ആരാധിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് സന്ദേശം നൽകാനല്ലാതെ ഒരു നബിയെയും ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏത് നാഥനെ കുറിച്ചാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി റബ്ബ് എന്ന് പറയുന്ന ആ നാഥനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നത്? ഇതൊക്കെ പറയുമ്പോഴും മുസ്ലിം ഉമ്മത്തിലെ ചില വിഭാഗം ആളുകൾ പറയും, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. പിന്നെന്താ ചെയ്യണത്? ഞങ്ങൾ തവസ്സുൽ ചെയ്യാൻ, ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ, ഞങ്ങൾ ഇസ്തിആനത്ത് ചെയ്യാൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല മറിച്ച് സഹായം ചോദിക്കുകയാണ്.
ഈ രൂപത്തിലുള്ള ന്യായങ്ങളുമായി കടന്നു വരുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആ ആളുകൾ പറയുന്ന മറുപടി വളരെ പ്രസക്തമാണ്. കാരണം എന്താണെന്നറിയോ? ഈ മറുപടി ഇന്നലെ തുടങ്ങിയല്ല. ഈ മറുപടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമർ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ആ ആളുകൾ പറയുമായിരുന്നു, മുശ്രിക്കീങ്ങളായ ആളുകൾ, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഈ ആളുകളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. ഈ മറുപടി ആരുതാ? മുശ്രിക്കിന്റെ മറുപടിയായ ഖുർആൻ പറയാൻ, ഹൗലായി ശുഫഹാഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്. ഇവർ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ പൂർവികന്മാരായ ആളുകൾ ഇവരെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടു, ഇവരെ ബഹുമാനിക്കുന്നത് കണ്ടു, ആദരിക്കുന്നത് കണ്ടു, ഞങ്ങളും അതുപോലെ ചെയ്യുന്നു എന്ന് മാത്രം. ഈ 3 ന്യായങ്ങളും പറയുന്നവർ മുശ്രിക്കീങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് പരിശുദ്ധ ഖുർആനിന്റെ തെളിവ് പറയാൻ സാധിക്കാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയാൻ സാധിക്കാതെ, ഈ പറഞ്ഞ 3 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാൻ, 2 അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ശുപാർശ നൽകുവാൻ, 3 ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്യുന്നത് കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു, ഈ രൂപത്തിലുള്ള മറുപടിയാണ് നമുക്ക് പറയാനുള്ളത് എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ശിർക്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. സലഫികളല്ല, ഏതെങ്കിലും ഒരു മുജാഹിദല്ല, സലഫി പ്രസ്ഥാനമല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാൻ ഒരു ഇടയാളനെ സ്വീകരിക്കുന്നത്? അതൊരു തമാശയാണ്. എന്തിനാണ് നമുക്കും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു അടയാളൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യ, നിന്റെ കണ്ടനാടിയേക്കാളും നിന്നോടടുത്തവൻ ആരോ അവനാണ് റബ്ബ്, അവനാണ് അല്ലാഹ്. ഇത്രയും അടുത്ത് നിൽക്കുന്ന അല്ലാഹുവിന്റെ അടുക്കിലേക്ക് പോകാൻ എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ മറ്റൊരു മാർഗത്തെ തേടുന്നത്? അങ്ങനെ ശുപാർശകരാകുമെങ്കിൽ ഒന്നാമത്തെ ശുപാർശകനാരാ? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന് വേണ്ടി ശുപാർശക്കുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ട്, വസീലയും ഫളീലയും അല്ലാഹുവിന്റെ റസൂലിന് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ വസീലയും ഫളീലയും എന്താണ്? ഒന്ന്, വസീല എന്ന് പറഞ്ഞാൽ പരലോകത്ത് മഹ്ശറ സഭയിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടപ്പെടുന്ന വേളയിൽ അവരെ വിചാരണക്കെടുക്കണമേ റബ്ബേ എന്ന ശുപാർശയാണ്. രണ്ടാമത്തെ ഫളീല എന്ന് പറഞ്ഞാൽ നരക ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കുവാൻ വേണ്ട ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമേ അല്ലാഹ് എന്ന രണ്ടാമത്തെ ശുപാർശ. അതല്ലാതെ മുഴുവൻ ജീവിതത്തിലും തിന്മകളും ശിർക്കും ചെയ്ത് ജീവിച്ചു പോയ ആളുകൾക്ക് അവർക്ക് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിട്ടൂല. നമ്മൾ അങ്ങനെ കുറെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട്. എന്താണ് ലിസ്റ്റ്? ഒരുപാട് മഹാന്മാരുടെയും ശൈഖന്മാരുടെയും ശുഹദാക്കളുടെയും ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ എന്താ വിശ്വാസം? ഈ ലിസ്റ്റിലുള്ള ആളുകൾ പരലോകത്ത് എന്റെ രക്ഷക്ക് വരും. ഇത് അഹമ്മദ് കുട്ടിയാണ്, ഇത് നമ്മളെ ആളാണ്, അല്ലാഹ് ഓനൊന്ന് സ്വർഗത്തേക്ക് കയറ്റി വിട്ടള എന്ന് പറയുമ്പോ അല്ലാഹ് പറയാ എന്റെ ആളായിരുന്നു, കയറിപ്പോയിക്കോ എന്ന് അല്ലാഹ് പറയുമെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടോ? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകൾ ഫാത്തിമ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകളാണ്, അല്ലെ? നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്തു കൊടുക്കണ്ടെങ്കിൽ ആർക്കാ ആദ്യം ചെയ്തു കൊടുക്കുക? മക്കൾക്കാണ്, അല്ലെ? മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഫാത്തിമതു ഖിത്അതു കബ്ദി അൻഖിദി നഫ്സകി മിനന്നാർ. ഫാത്തിമ, നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ എന്നെ കാക്കണട്ടോ. നാളെ പിറ്റേന്ന് വന്നിട്ട് മഹ്ശറ സഭയില് ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോളാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം തരും എന്ന് പറഞ്ഞാലൊന്നും അവിടെ പരിപാടി നടക്കൂല. ആരാ പറയണത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ മകൾക്ക് നൽകാൻ കഴിയാത്ത ഒരു സൗകര്യം ഏത് ശൈഖിന്, ഏത് മനുഷ്യന് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഫലാ യഅഖിലൂൻ, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? അഫലാ യദ്കുറൂൻ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്തെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് വേണ്ടി ഒരു ശുപാർശ ചെയ്യുവാൻ സാധിക്കില്ല എങ്കിൽ പ്രവാചകനേക്കാളും വലിയ ശൈഖുണ്ടോ പ്രിയമുള്ളവരെ? പ്രവാചകനേക്കാളും വലിയ സ്ഥാനത്തിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ പ്രിയമുള്ളവരെ? ആ പ്രവാചകന് പോലും സാധിക്കാത്ത ഏത് ശൈഖിനാണ് പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പക്കൽ ഇതിനേക്കാളും വലിയ ഉന്നതമായ സ്ഥാനം? മഹാനായ പ്രിയപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പറയുന്നുണ്ട്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അല്ലാഹുവിന്റെ ദൂതര് പറയുകയാണ്, എൻ്റെ പൊന്നുപ്പ, എൻ്റെ പൊന്നു പിതാവേ, നിങ്ങളെ കേൾക്കാത്ത, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത, നിങ്ങളെ കാണാത്ത ഇത്തരം വിഗ്രഹങ്ങളെ, ഇത്തരം ആരാധ്യന്മാരെ നിങ്ങൾ എന്തിനു സ്വീകരിക്കുന്നു ഉപ്പാ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ബാധ്യതകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ബാധ്യതകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബത്വന്ന അമലുക. ലഇൻ അശ്റക്ത ലയഹ്ബത്വന്ന അമലുക. നബിയേ, താങ്കൾക്ക് മുമ്പുള്ള നബിമാർക്കുമെല്ലാം നാം ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. എന്താണെന്നറിയാ സന്ദേശം? ലഇൻ അശ്റക്ത ലയഹ്ബത്വന്ന അമലുക. എല്ലാ അമലുകളും പൊട്ടിപ്പാളിസായി പോകും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളം ബക്കറ്റിൽ പിടിക്കാറുണ്ട് അല്ലേ? ആ ബക്കറ്റിന് അടിയില്ല. എന്തൊരു അവസ്ഥ? ഇതേ അവസ്ഥയാണ് തൗഹീദില്ലാത്ത ഇബാദത്ത്. നമ്മൾ നിസ്കരിക്കുന്നവരായിരിക്കും, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരും, നോമ്പ് നോക്കുന്നവരും, സക്കാത്ത് കൊടുക്കുന്നവരും, ഹജ്ജ് ചെയ്തവരും ഒക്കെ ആയിരിക്കും. പക്ഷേ തൗഹീദില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തേക്ക് നമ്മളെ പറഞ്ഞേക്കൂല. ശിർക്കിന്റെ ഒട്ടനവധി വിശ്വാസപരമായ പാളിച്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സമയത്തിന്റെ കുറവ് വളരെയധികമുണ്ട്. എന്നിരുന്നാലും അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ. നമ്മളെല്ലാവരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂലിനോട് വളരെയധികം മുഹബ്ബത്തുള്ളവരാണ് അല്ലെ? നമ്മുടെ ഉപ്പാനോട് നമുക്ക് ഭയങ്കര മുഹബ്ബത്താണ്. ആ ഉപ്പ മരിച്ചു പോകാൻ നേരത്തെ അവസാന സമയത്ത്, മോനെ എനിക്ക് വേണ്ടി നീ ഇതൊന്ന് ചെയ്യണട്ടോ എന്ന് നമ്മളോട് പറഞ്ഞാൽ, ഒരു ഇത്തിരി സ്നേഹം ആ ഉപ്പാനോടുള്ള മകനാണ് എങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കും. പറ്റുമെങ്കിൽ അല്ലേ? ചെയ്തു കൊടുക്കൂലേ? ചെയ്തു കൊടുക്കും. അള്ളാന്റെ റസൂലെ സക്രാത്തിന്റെ ഹാലത്ത് പറയാണ്, ലാ തജ്അൽ ഖബ്രി ഈദാ, എൻ്റെ ഖബറിടത്തെ നീ, ലാ തജ്അൽ ഖബ്രി ഈദാ, എൻ്റെ ഖബറിടത്തെ നിങ്ങൾ ആഘോഷ കേന്ദ്രമാക്കരുത്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഉറൂസ് ഉണ്ടാക്കരുത്. അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കരുത്, ആഘോഷ കേന്ദ്രമാക്കരുത്. നസാറാക്കളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അല്ലാഹു ശപിച്ചതിന്റെ ഒരു കാരണം എന്താണെന്നറിയുമോ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരിലേക്ക് വരപ്പെട്ട പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയവരാണ്. ഇന്നില്ലേ മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർ? അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ ഓരോ സീസണുകൾ കടന്നു വരുമ്പോൾ ഓരോ ശൈഖന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള
മാല മൗലൂദുകൾ പാരായണം ചെയ്യപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? വളരെ ഈണമാണ്, നല്ല രസമുണ്ടാവും കേൾക്കാനൊക്കെ. പക്ഷേ അതിന്റെ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം വളരെ ഗൗരവമാണ്. ارتكبت على الخطا غير عسر وعداد لك أشكو فيه يا. ഇതിന്റെ അപ്പുറം പറയാൻ എനിക്ക് പേടിയാണ്. കാരണം എന്താണ്? ഇർതകബതു അലൽ ഖതാ, അല്ലാഹുവേ പാപമാകുന്ന വാഹനത്തിൽ ഞാനിതാ കയറിയിരിക്കുന്നു. ഗൈറ ഹസ്രിൻ വഅദദ്, ഒരു കണക്കും കയ്യുമില്ല. ലക അഷ്കു ഫീഹി, നിന്നോട് ഞാനിതാ അതിന് ക്ഷമ ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ പരാതി പറയുകയാണ്. അവിടെ ആരെ പേരാ പറയണ്ടേ? നിങ്ങൾ പറ, ഞാൻ പറയണില്ല. ആരെ പേരാ പറയണ്ടേ? അല്ലാഹുവേ കുറെ തെറ്റ് ചെയ്തു പോയി, കണക്കൂല്ല കയ്യൂല്ലാണ്ട് ചെയ്തു പോയി, എനിക്ക് നിന്നോട് സങ്കടം പറയാനുണ്ട്. ആരോടാണ് പറയത്? ആരോട് ഒരു വിശ്വാസി പറയേണ്ടത്? അല്ലാഹുവിനോടാണ് അല്ലേ? ഇർതകബതു അലൽ ഖതാ എന്ന് തുടങ്ങുന്ന ഈ വരിയുടെ അവസാനം യാ സയ്യിദി ഖൈറൻ നബി എന്നാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ ഈ രൂപത്തിൽ നബിയോട് ഇസ്തിഗ്ഫാർ നടത്താൻ? ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താണ്? ഇന്നി അസ്തഗ്ഫിറു ഫീ കുല്ലി യൗമിൻ 100 മറ. ഞാൻ അല്ലാഹുവിനോട് ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ നടത്തുന്നവനാണ്. അത് നബി 100 തെറ്റ് ചെയ്തിട്ടല്ല. അല്ലാഹുവിന്റെ റസൂല് തോന്നുമ്പോ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, മറിച്ച് റബ്ബിനോടുള്ള ശുക്രിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്. റമദാൻ മാസത്തിൽ ഖത്തം തീർക്കുന്നവരല്ലേ നമ്മൾ, അല്ലേ? ഒന്ന് പരിശോധിച്ചു നോക്കിയേ, എത്ര പ്രാർത്ഥനകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഒരു പ്രാർത്ഥന, ഒരൊറ്റ ഒന്നിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടൊന്ന് പുറത്തു കൊണ്ടല്ല, അങ്ങനെയെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം നേടിത്താല്ല എന്ന ഒരൊറ്റ പ്രാർത്ഥന നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റുമോ? ഖുർആൻ അവിടെ കിട്ടെ, ഖുർആൻ കിട്ടൂല. ഹദീസിൽ നിന്ന് ഒരൊറ്റ നമ്മൾ ദിക്റുകളായി ചെല്ലുന്നില്ലേ? രാവിലെ ഉറക്കമുണരുന്നത് മുതൽ രാത്രി കിടക്കാൻ പോകുന്നത് വരെയുള്ള ഒട്ടനവധി ദിക്റിൽ ഒരൊറ്റ എണ്ണം, ഒരു അരക്കഷ്ണം അല്ലാഹുവിന്റെ റസൂലിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഒരു തേട്ടം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ വ്യക്തമാണ്, പ്രിയമുള്ളവരെ, ദീൻ വ്യക്തമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംവദിക്കുന്നത് നമ്മളോടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് നമ്മളോടാണ്. നമ്മൾ ആലോചിക്കണം വളരെ ഗൗരവത്തിൽ. ഇത് നമ്മുടെ മനസ്സുകളിൽ നിന്നും നമ്മൾ ഇത് ഏന്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ പരിപാടി തീർക്കാനായിട്ടില്ല. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പായി ശിർക്കിന്റെ മറ്റു വചനങ്ങൾ, മറ്റു രീതികൾ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുദബ്ബിറുൽ ആലം ഇപ്പോഴും തീരുമാനമായിട്ടില്ല അത് അല്ലാഹുവാണ് എന്ന്. ഇത് ഏതെങ്കിലും ഒരു മതസംഘടനയോടുള്ള വിരോധം കൊണ്ടല്ല, പ്രിയമുള്ളവരെ, ആരോടും വിരോധമില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയായ മനുഷ്യന്റെ ഖബർ അല്ലെങ്കിൽ അവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞതിനെ കുറിച്ചുള്ള ആ സംഭവം ഓർക്കുമ്പോ, പ്രിയമുള്ളവരെ, സങ്കടകരമാണ്. ഈ ഉമ്മത്തിനെ, വിശ്വാസികളായ ഈ ഉമ്മത്തിനെ തെറ്റായ ദിശയിലേക്ക്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകറ്റുന്ന പ്രവണതകളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ കാണുമ്പോൾ അതിൽ കഴുക കണ്ണുകളോടുകൂടി നോക്കി നിന്നുകൊണ്ട് പുച്ഛഭാവത്തിൽ മുഖം ചുളിച്ചുകൊണ്ടുള്ള ആ കഴുക ചിരി കാണുമ്പോ, പ്രിയമുള്ളവരെ, സങ്കടമാണ്. നിങ്ങൾ നരകത്തിൽ പോകരുത് എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ പറയപ്പെടുന്ന പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഓരോ പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നത് ഒരാളോടും ദേഷ്യം പ്രകടിപ്പിക്കാനല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലെറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേജ് കയ്യേറാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചൊതുക്കാം.
നിർത്തൂല. മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ കിടത്തിയിട്ട് പറയടലാത്ത വിളിക്കടലാത്ത എന്ന് പറഞ്ഞപ്പോഴും ആ സമയത്ത് മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അഹദുൻ അഹദ്, അല്ലാഹു ഏകനാണെന്നാണ്. സലഫി പ്രസ്ഥാനം അതിന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അത് പ്രഖ്യാപിക്കും അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇത് പറയുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ടാണ്. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു, ഇനിയിപ്പോ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് കേൾക്കണം എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹം തന്റെ അനുജനെ മക്കയിലേക്ക് പറഞ്ഞു കഴിച്ചു. അനുജൻ പോയി പെട്ടത് മുശ്രിക്കീങ്ങളുടെ മടയിലാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കാഹിരാണ്, സാഹിറാണ്, മജ്നൂനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് തൻ്റെ ജ്യേഷ്ഠനോട് പോയി പറഞ്ഞപ്പോ ആ ഇക്കാക്ക് സ്വയം മനസ്സിലാക്കി മൂപ്പര് പോയ സ്ഥലം ശരിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പോയോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വയം നബിയുടെ അടുക്കിലേക്ക് പോകാൻ. നബിനെ കണ്ടു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു മക്കയുടെ തുടക്ക കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനുണ്ടായത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമയാണ്. അതിന്റെ വിശദീകരണമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു കൊടുത്തപ്പോ മഹാനായ അബൂദറുൽ ഗഫാരി അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുസ്ലിം ആവുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നബിയെ, ഞാൻ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ആയി നിൽക്കട്ടെ. താങ്കൾക്കെതിരെ ഒരുപാട് കിംവദന്തികൾ പരക്കുന്നുണ്ട്, താങ്കളെ ഒരുപാട് ആളുകൾ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. നബിയെ, താങ്കൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഞാൻ നിൽക്കട്ടെ നബിയെ എന്ന് മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു ജിഹാദിന് പെർമിഷൻ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ അബൂദർ, അബൂദർ അതല്ല ഇപ്പൊ വേണ്ടത്. നീ നിന്റെ സമൂഹത്തിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്ദേശമുണ്ടല്ലോ, ആ സന്ദേശം ആ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ദൗത്യമാണോ നൽകിയത്, പ്രിയമുള്ളവരെ, ഈ ഉള്ളവൻ നിങ്ങൾക്കും ആ ദൗത്യം നൽകാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അബൂദർ ചെയ്തത്, അത് നിങ്ങളും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? അദ്ദേഹം തന്റെ ഉമ്മയോട് ചെന്നുകൊണ്ട്, മുശ്രിക്കത്തായ ഉമ്മയോട് ചെന്നുകൊണ്ട് തൗഹീദ് സംസാരിക്കുന്നു. ഉമ്മ ഇസ്ലാം സ്വീകരിക്കുന്നു. മുശ്രിക്കായ തന്റെ അനുജനോട് സംസാരിക്കുന്നു, അനുജനും ഇസ്ലാം സ്വീകരിക്കുന്നു. ഈ ഉപ്പയും ഉമ്മയുമൊക്കെ, ഈ ഉമ്മയും അതുപോലെ തന്നെ രണ്ടു മക്കളും ഇതാ ഗഫാർ ഗോത്രത്തിലെ ഓരോ വീടുകളും വീടാന്തരം കയറിയിറങ്ങുകയാണ്. തൗഹീദിന്റെ സന്ദേശങ്ങൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ കാരണത്താലുണ്ടല്ലോ ഗഫാർ ഗോത്രം മുഴുവനും ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രിയമുള്ളവരെ അവിടെ ഉണ്ടായത്. ആ കാഴ്ച കണ്ടിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന രംഗങ്ങൾ ഹദീസിന്റെ വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, എനിക്കും നിങ്ങളോട് പറയാനുള്ളത് സമാനമായ രൂപത്തിലാണ്. ഈ പറയപ്പെടുന്ന നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന നന്നാവര എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളായ ആളുകളോട്, ഇവിടെ നിങ്ങൾ കേട്ടിട്ടുള്ള ഖുർആനിക വചനങ്ങൾ, ഇവിടെ നിങ്ങൾ കേട്ടിട്ടുള്ള ഖുർആനിലെ സൂറത്തുകൾ നിങ്ങൾ പരിശോധിക്കണം. ഈ ഉള്ളവൻ പറഞ്ഞതിൽ നിന്നും ഒരു ഹർഫ് പരിശുദ്ധമായ ഖുർആനിന്റെ ആശയത്തിൽ നിന്നും വ്യതിരിക്തമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് തള്ളിക്കളയുക, നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. നിങ്ങൾ ഒരു കാരണവശാലും എൻ്റെ വാക്കിന് ചെവി കൊടുക്കേണ്ടതില്ല. എന്നാൽ ഈ ഉള്ളവൻ ഇവിടെ പറഞ്ഞു വെച്ചത് പരിശുദ്ധ ഖുർആനിന്റെ ആദർശമാണ് എങ്കിൽ, അതനുസരിച്ച് കൊണ്ടുള്ള വാക്കുകളാണ്
ആവശ്യമാണ് എങ്കിൽ നിങ്ങൾ അത് ഏറ്റെടുക്കണം. നിങ്ങൾ അബൂദർമാരാകണം. നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം, നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോകണം, നിങ്ങളുടെ നാട്ടിലേക്ക് പോകണം. ഈ സത്യസന്ദേശം മുഴുവൻ ആളുകളും സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ടി തയ്യാറെടുക്കണമെന്ന് ഈ ഉള്ള സന്ദർഭത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൃത്യമായി ആരാധിക്കുന്ന, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവന് വേണ്ടി മാത്രം ഇബാദത്ത് നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹുവേ പ്രയാസത്തിനെ ദൂരീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് സത്യസന്ദേശവുമായി കടന്നു വന്ന ഈ ദീന് പ്രബോധനം ചെയ്യുക എന്നുള്ള മഹത്തായ ഒരു ഉദ്ദേശം മാത്രമാണ് പ്രിയമുള്ളവരെ അല്ലാഹുവേ നമുക്കുള്ളത്. റഹ്മാനായ റബ്ബേ, ഇതിനു വേണ്ടി സൗകര്യമൊരുക്കി തന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുകൂട്ടത്തിലുണ്ട് അല്ലെ. അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ വളരെ കൃത്യമായി സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാ ആളുകൾക്കും നിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിൽ നിന്നും ഒരളവ് അങ്ങോട്ട് മാറിയോ ഇങ്ങോട്ട് മാറിയോ നിൽക്കുന്നവരാണ് എങ്കിൽ പരിശുദ്ധ ഖുർആന്റെ വഴിയിലേക്ക് തിരിച്ചു വരുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.